കർഷകർക്ക് വേണ്ടി പറഞ്ഞപ്പോഴും കുറച്ച് പേരുടെ കണ്ണിലെ കരടായി ഞാൻ. ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് പരിസ്ഥിതി പ്രവർത്തകനായ ഒരു ഡോക്ടറാണ് ഈ മണ്ണടിച്ച് പൊക്കിയിരിക്കുന്നത്. അവരേതാണ്ട് 18 വീട് അയാളുടെ അമ്മായിച്ചനുമായിട്ട് ഈ ഭാഗത്ത് നിലം നികത്തി വീടുകൾ വെച്ചിട്ടുണ്ട് പല വർഷങ്ങളായി. ഇപ്പൊ അടുത്ത പദ്ധതിയായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ നിലം നികത്തിയാണ് ചെയ്തത്. ഇതേ വെള്ളം പോയിക്കൊണ്ടിരുന്നതാണ്. അത് എങ്ങോട്ടാ വെള്ളം എന്തായാലും മേളിലോട്ട് പോകത്തില്ലോ, താഴോട്ടല്ലേ പോകാൻ പറ്റും. ആ മേളിൽ നിന്ന് വരുന്ന വെള്ളം ആ റോഡിൽ കൂടെ ഏതാണ്ട് 42 വീട്ടുകാരുടെ വെള്ളം പോകുന്നത് ഇതിലെ പൊയ്ക്കൊണ്ടിരുന്നത്. ഇതൊക്കെ നിലമായിരുന്നു, ഈ നിലത്തിൽ കൂടെ പൊയ്ക്കൊണ്ടിരുന്ന ആ നിലമാണ് അവിടെ അദ്ദേഹം നികത്തി ഈ പരുവത്തിലാക്കി. ഈ അതിന്റെ അപ്പുറേ ഇതാണ് സാർ, ഒന്ന് കാണിച്ചോ. ഒരു വികലാംഗനാണ് അതിനപ്പുറം താമസം. ഒരു വികലാംഗനാണ്, അയാളുടെ കാല് മുറിവാണ്, എന്ന് ഡ്രസ് ചെയ്യണം, പോകാൻ പറ്റുന്നില്ല, കടയുണ്ട്, പോകാൻ പറ്റുകയില്ല. ഈ അവസ്ഥയിലാണ്. ഒരൊറ്റ മഴയിലെ വെള്ളമായത്, ഒരൊറ്റ മഴ. കഴിഞ്ഞ 2 മഴ പെയ്തപ്പോ ഇതിനേക്കാൾ വെള്ളമായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്യും? മനുഷ്യൻ ജീവിക്കണ്ടേ? ഇത് എന്റെ വ്യക്തിപരമായ കാര്യമല്ല, എന്റെ വീട്ടിലെ കാര്യമല്ല. എനിക്ക് ഈ വീടേ ഉള്ളു, അല്ലാതെ എനിക്ക് ഇവിടെ നിന്ന് ഒളിച്ചോടാനൊന്നും പറ്റില്ല. ഇവിടെ താമസിക്കുന്നവർക്കും അങ്ങനെ. ഇവിടെ നോക്കി ഇത്രയും കെട്ടി പൊക്കി എന്തൊരവസ്ഥയിലാണ് ഇത് കാണിച്ചിരിക്കുന്നത്. നോക്ക്, കണ്ടോ, ഏകദേശം മുട്ടിനോടടുത്ത് വെള്ളമുണ്ട് ഈ ഒരു റോഡിൽ. കണ്ടോ, ഇതാണോ നികത്തിയ സ്ഥലം? ഇപ്പം നികത്തിയിരിക്കുക ഇത്. അയാള് പിന്നെ കാശിന്റെ ഹുങ്കില് പല കാര്യങ്ങളും. ഞാൻ എന്നെ തൊട്ടുള്ള എനിക്ക് അനാവശ്യമായ ഒരു കാര്യവും എനിക്കും ഞങ്ങൾക്ക് ആർക്കും വേണ്ട. പക്ഷേ നിയമപരമായിട്ട് ഇതിലെ പോയിക്കൊണ്ടിരുന്ന ചാലടച്ച് വെള്ളം ചെയ്തിരിക്കും. ഇത് തുറന്നു കിട്ടണം. ഈ ചാല് തുറന്നാൽ നമ്മുടെ ഈ റോഡിലെ പ്രശ്നം തീരും. ഞങ്ങൾക്ക് ഇത്രയൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഒരു 2 അടി മതി വെള്ളം പോകാൻ വേണ്ടി. അല്ലാതെ അവന്റെ സ്ഥലവും വേണ്ട. ഇനിയും അത് അളന്നു നോക്കിയാൽ പോലും ഈ അളവിൽ കൂടുതൽ ഭൂമി അയക്കുണ്ട്. അത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഇതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് എല്ലാവരും ഇവിടെ ഉള്ളവരൊക്കെ ജീവിക്കാൻ വേണ്ടി ഓട്ടമാണ്. അയാളെ സ്വന്തം അയാളുടെ കാശുണ്ടാക്കാൻ വേണ്ടി ഇതിങ്ങനെ നികത്തി കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക. അത് ശരി. ഇതിനെ ആത്മാഭിമാനമുള്ളവര് പ്രതികരിക്കണം. അല്ലാത്തവരൊക്കെ എൻ്റെ പേരിൽ രാഷ്ട്രീയപരമായിട്ടും മറ്റുള്ള രീതിയിലും ഒക്കെ ഒത്തിരി അറ്റാക്കിങ് നടത്തി. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. കാരണം അല്ല, ഞാൻ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുള്ളവനായതുകൊണ്ടാവാമല്ലോ അത്. പക്ഷെ ഞാൻ എൻ്റെ രാഷ്ട്രീയമല്ല, എൻ്റെ സിനിമാ ജീവിതത്തിലോ അല്ലെങ്കിൽ എൻ്റെ കാർഷിക വൃത്തിയിലോ ഞാൻ ഇതുവരെ ഒരു രാഷ്ട്രീയം കലർത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഈ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എല്ലാവരും വന്ന് ജെന്യുവനായിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ കണ്ടു പോകുന്നുണ്ട്. അവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ നടപ്പാകുന്നില്ല. സാറേ, ഇതിനെപ്പറ്റി സാറിന് മാധ്യമങ്ങളിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്തിട്ട്? മാധ്യമങ്ങൾ എന്ത് സംഭവം അവര് മനസ്സിലാക്കി ചെയ്യേണ്ടതല്ലേ. അല്ലാതെ മാധ്യമ ധർമ്മം എന്ന് പറയുന്ന ഇതുപോലെയുള്ള അഴിമതിക്കെതിരായിട്ട് പ്രതികരിക്കേണ്ടവരാണ്. അവര് ചെയ്യട്ടെ, അല്ലാതെ ഞാൻ അവരുടെ പുറകെ നടക്കേണ്ട കാര്യങ്ങളല്ലല്ലോ.